ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വജത്ഭുവേ നമഃ. ഹര ഹരോ ഹര ഹര. ഓം ശരവണഭവാം. ഹരഹരോ ഹരഹര. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സ്കന്ദപുരാണാണ്. അപ്പൊ സ്കന്ദപുരാണത്തിലെ അജയനായ ദേവസേനാപതി എന്നുള്ള ഒരു ഭാഗമാണ് വായിക്കാനുള്ളതിന്. അപ്പോൾ ഇന്നലെയും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ലൈവില്. ഇപ്പോൾ കുറച്ച് കാര്യം പറയാനുണ്ട് അതിന് മുന്നേ. അതായത് ചിലര് ഭക്തി പലതരത്തിലാണ് ഭക്തി ചെയ്യുന്നത് അല്ലേ. ചിലര് എന്താ പറയാ, വളരെയധികം എന്താ പറയുക, പ്യുവർ വെജിറ്റേറിയനൊക്കെ ആയി വെളുപ്പിനെയൊക്കെ എണീറ്റ് ഭഗവാന്റെ നാമമൊക്കെ പറഞ്ഞ് അങ്ങനെ ഭക്തി ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ചിലർക്ക് കുടുംബ പ്രാരാബ്ദങ്ങൾ ഉണ്ടാവും. അതായത് ഗൃഹസ്ഥാശ്രമികളായിരിക്കും. അവർ വേറൊരു രീതിയിലായിരിക്കും ഭക്തി ചെയ്യുന്നത് അല്ലെ. അവർക്ക് പൂർണ്ണമായിട്ട് അവർ സന്യാസ ഭാവത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് വരാൻ കഴിയില്ല. കാരണം ഗൃഹസ്ഥാശ്രമവും ഉണ്ട്, അതിനോടൊപ്പം സന്യാസവും കൂടെ കൊണ്ടുപോകുന്നവരുണ്ട്. മനസ്സിലായോ? അപ്പം രണ്ട് കാറ്റഗറീസിലുള്ള ഭക്തി, രണ്ട് കാറ്റഗറീസ് അല്ല, ഒരുപാട് കാറ്റഗറീസ്, അങ്ങനെ പലതരത്തിൽ ഭക്തി ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ പലതരത്തിൽ ഭക്തി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്കിപ്പം ശ്രീകൃഷ്ണ ഭക്തിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ ധാമത്തിൽ എത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്താ പറയാണ്, നമുക്ക് ഭർത്താവ് വേണം, ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭക്തരാണെങ്കിലും ശിവഭക്തരും കൂടി ആയിരിക്കുക എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലാണെങ്കിൽ ആ ശിവഭഗവാനെ ഉപേക്ഷിക്കാതിരിക്കുക, അതായത് ആ ലിംഗേശ്വരനെ അല്ലെങ്കിൽ ആ ലിംഗം ഉപേക്ഷിക്കാതിരിക്കുക. അവർക്കത് ഉപേക്ഷിക്കാൻ ഉള്ള മനസ്സില്ലെങ്കിൽ അത് ഉപേക്ഷിക്കാതിരിക്കുക. അല്ലാതെ പിന്നെ ഭഗവാന്റെ ധാമത്തിൽ ചെന്നിട്ട് ഇപ്പം ശ്രീകൃഷ്ണ വൃന്ദാവനത്തിൽ എവിടെയായാലും ഭഗവാന്റെ ഒരു ധാമത്തിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇതേപോലെ വീണ്ടും എനിക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ തലവേദനയാവും. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ളവരാണ് വീണ്ടും തിരിച്ച് വേറെയുള്ള ലോകങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ രീതി നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ ഹരേ കൃഷ്ണ നാമം പറയുന്നവരുണ്ട്, ചിലർ രാധേ കൃഷ്ണ നാമം പറയുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഈ കലികാലത്തിലെ ഏറ്റവും ഇതായിട്ട് പറയേണ്ട നാമം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നാണ് പറയുന്നത്. അതുപോലെ രാധാഭക്തരുണ്ട്. ചിലർ രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം 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 രാധേ രാധേ ഈ നാമവും പറയുന്നവരുണ്ട്. അതിനോടൊപ്പം ഓം നമോ നാരായണായ നാമം പറയുന്നവരുണ്ട്, ഓം നമ ശിവായ പറയുന്നവരുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഭക്തി ചെയ്യാൻ ഓരോ ഇതായിരിക്കും ഓരോരുത്തർ ചൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഭക്തി ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മുടെ മനസ്സ് പരിശുദ്ധമാക്കി വെക്കുക. നമ്മൾ ഏത് രീതിയിൽ ഭക്തി ചെയ്താൽ നമ്മുടെ മനസ്സ് പരിശുദ്ധമാക്കി വെക്കുക എന്നുള്ളതിലാണ്, പ്യുവറാക്കി വെക്കുക. മറ്റുള്ളവരോട് നമ്മൾ ചതിയും വഞ്ചനയും ചെയ്യാതിരിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, നമ്മുടെ ഹൃദയം പ്യുവറാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്നും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് ഉപേക്ഷിക്കാതിരിക്കുക. ഉപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അത്രയ്ക്കും നമുക്ക് എന്താ പറയുക, അത്രയും ഭക്തിയിൽ ഉയർന്നിട്ടുണ്ട്, അത്രയും കൺട്രോളിങ് പവർ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാം. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഭക്തിയിൽ ആരായാലും തുടക്കക്കാരായിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ പൂർണ്ണമായിട്ടും ആ വലിയ അത്രയും ഇതായിട്ടുള്ളവരുടെ അത്രയും ടോപ്പ് മോസ്റ്റ് ഇതിലേക്ക് നമ്മൾ വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പം ആ ഒരു ടോപ്പ് മോസ്റ്റ് ഭക്തി അത്രയും ഒരു ഇതിൽ നമ്മൾ ആരും വന്നിട്ടില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് നമ്മളിപ്പോൾ ഗൃഹസ്ഥാശ്രമികളോ ആണ്, എന്നാൽ അതിനോടൊപ്പം നാം ഭക്തി ചെയ്യുന്നവരാണ് അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഭഗവാനിലേക്ക് അഭയത്തിന് വേണ്ടിയിട്ട് ആത്മീയതയിലേക്ക് നമുക്ക് ഉയരേണ്ടതുണ്ട്.
അപ്പോൾ ചിലർ പറയും ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയും. പക്ഷെ നമ്മുടെ സാഹചര്യം അതാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യമാണെങ്കിൽ നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഭഗവാനിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്കൊന്നും അറിയില്ല ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിനെ ആണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ അവരോട് ഭഗവതിയോടൊക്കെ പ്രാർത്ഥിക്കുക. നമുക്കിതൊന്നും അറിയില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഭക്തി ചെയ്യുന്നു. മറ്റു എല്ലാ ഗുരുക്കന്മാരെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു. അവർ പറയുന്ന നാമങ്ങളും നാം പറയുന്നുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്താ പറയുക ഇതായിട്ടുള്ള പാരമ്പര്യത്തിൽ പറഞ്ഞ നാമങ്ങൾ നാം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ഭക്തി ചെയ്യുന്നുണ്ട്. അപ്പം ആരെയും ആരെയും ഒന്നും നമ്മൾ എന്താ ചെയ്യുക, വേറൊരാളുടെ ഭക്തി അയാൾ ഇന്ന രീതിയിലാണ് ഭക്തി ചെയ്യുന്നത് കരുതി അയാളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പോവാതിരിക്കാം, അത് അംഗീകരിക്കുക. മനസ്സിലായോ? അതുപോലെ വേറൊരു വ്യക്തി ഇങ്ങനെ ഒരു രീതിയിലാണ് ഭക്തി ചെയ്യുന്നതെന്ന് കരുതിയിട്ട് അതും ഇതും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യാതിരിക്കുക, എല്ലാത്തിനെയും അംഗീകരിക്കാൻ പഠിക്കുക. എന്നിട്ട് ഭഗവാനോട് നമ്മ ഏത് രീതിയിൽ ഭക്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഭഗവാനോട് ഇത് നമ്മുടെ സമർപ്പണം ചെയ്യുക. എന്ത് ഒരു കാര്യം ഏതൊരു രീതിയിൽ നാം ഭക്തി ചെയ്യുമ്പോഴും ഭഗവാനോടത് സമർപ്പണം ചെയ്യുക. ഭഗവാനിൽ സമർപ്പിച്ച് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഭക്തി ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ഹര ഹര മഹാദേവ, ഹരേ കൃഷ്ണ, ഹര ഹരോ ഹര ഹര. അപ്പം ഇന്ന് നമുക്ക് വായിക്കാനുള്ളതെന്ന് വെച്ചാൽ അജയനായ ദേവസേനാപതി എന്നുള്ള ആ ഒരു ഭാഗമാണ് ഇന്ന് വായിക്കാനുള്ളത്. അപ്പം ഞാനിത് വായിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഒരു ദിവസത്തെ വിശ്രമത്തിനു ശേഷം നവവീരന്മാരും സൈന്യങ്ങളുമൊത്ത് ദേവഗിരിയിൽ നിന്നു യാത്ര ചെയ്ത ശ്രീ സ്കന്ദദേവൻ പല ദേശങ്ങളും നദികളും മലകളും മഹാരണ്യങ്ങളും പിന്നിട്ട് തൃക്കേദാരം എന്ന സ്ഥലത്തെത്തി. പൂർവ്വകാലത്തിൽ തപോവര്യനായ ശ്രീ ഭൃഗുമഹർഷി ഈശ്വര ദർശനത്തിനായി കൈലാസാദ്രിയെ പ്രാപിച്ചു. ശ്രീ പരമേശ്വര പാർവതിമാരെ ദർശിച്ച ഭൃഗുമഹർഷി പാർവതീദേവിയെ ഒഴിവാക്കി ശിവനെ മാത്രം പ്രതിഷ്ഠ ചെയ്തു. കോപിഷ്ഠയായ ദേവി ഭൃഗുമുനിയുടെ ശരീരശക്തി അപഹരിച്ചു. ദേഹശക്തി നഷ്ടപ്പെട്ട മഹർഷി അസ്ഥിപഞ്ജരമായി മാറി. നടക്കുവാൻ കെൽപ്പില്ലാതെ വിഷമിച്ച ഭൃഗുമുനിക്ക് മൂന്നാമതൊരു പാദം നൽകി ശ്രീ മഹാദേവൻ അനുഗ്രഹിച്ചു. അപ്പോൾ ഭൃഗുമഹർഷി എവിടേക്ക് വരികയാണ്? കൈലാസത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഭൃഗുമഹർഷി എന്താണ് ചെയ്യുന്നത്? പാർവതീ ദേവിനെ മാറ്റി നിർത്തിയിട്ട് ശിവഭഗവാനെ മാത്രം പൂജിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ ആ ശക്തിക്കും പ്രാധാന്യമുണ്ട്. ഓം ശക്തി പരാശക്തി, ഓം ഉമാ മഹേശ്വരായ നമഃ എന്ന് നമ്മൾ പറയണമെന്ന് പറയുന്ന ആ കാര്യം കൊണ്ടാണ്. ഞാനിവിടെ കുറി ഇട്ടിട്ടുണ്ടെങ്കിലും ഭസ്മവും ഇട്ടിട്ടുണ്ട്. അതുപോലെ ദേവിയുടെ ആ ഒരു ഇതായിട്ടുള്ളതാണ് കുങ്കുമം, അതും ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാധാറാണിയുടെയാണ് ചുമന്ന കുങ്കുമം എന്ന് പറയുന്നത്. പിന്നീട് ഭഗവാന്റെയാണ് ആ കുറി എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ചന്ദനമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്താ വെച്ചാൽ അങ്ങനെ ഈ ഭൃഗുമഹർഷി എന്ത് ചെയ്യുകയാണ്? ശിവഭഗവാനെ മാത്രം പൂജിക്കുകയാണ്. എന്നിട്ട് പാർവതി ദേവിനെ മാറ്റി നിർത്തുകയാണ്. അപ്പൊ ഇതിൽ കോപിഷ്ഠയാവുന്ന പാർവതി ദേവി ഈ ഭൃഗുമഹർഷിയുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ദേഹശക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് മഹർഷി അസ്ഥിപഞ്ജരനായിട്ട് മാറുകയാണ്. നടക്കുവാൻ കെൽപ്പില്ലാതെ വിഷമിച്ച ഭൃഗുമഹർഷിക്ക് മൂന്നാമതൊരു പാദം നൽകി ശ്രീ മഹാദേവൻ അനുഗ്രഹിച്ചു. അപ്പം ഇങ്ങനെ ഭൃഗുമഹർഷിക്ക് നടന്നു പോകാനൊരു കെൽപ്പും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുകയാണ്? മഹാദേവൻ മൂന്നാമതൊരു പാദം നൽകിയിട്ട് ആ ഭൃഗുമഹർഷിയെ അനുഗ്രഹിക്കുകയാണ്. ശ്രീ മഹാദേവനെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർ തന്നെയും പ്രാർത്ഥിക്കുകയും പ്രദക്ഷിണം വെക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ച ശ്രീ പാർവതീ ദേവി അതിനായി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ഒടുവിൽ ഈശ്വര വാമഭാഗം കരസ്ഥമാക്കി. അങ്ങനെ ശ്രീ മഹാദേവനെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർ തന്നെയും പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വരം പാർവതീ ദേവി വാങ്ങുകയാണ്. അങ്ങനെ പാർവതി ദേവി അതികഠിനമായിട്ടുള്ള ഒരു തപസ് അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ദേവിയുടെ ആ ഒരു ആഗ്രഹം ദേവി നേടിയെടുക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഈശ്വര വാമഭാഗം ദേവി കരസ്ഥമാക്കുകയാണ്. ശ്രീ പാർവതീദേവി തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ് തൃക്കേദാരം എന്ന പുണ്യസ്ഥലം. തൃക്കേദാരം കാശി മുതലായ പുണ്യസ്ഥലങ്ങൾ ദർശിച്ച മുരുകദേവനും പരിവാരങ്ങളും പൂർവത്തിൽ നന്ദികേശ്വരൻ പർവ്വതരൂപം പ്രാപിച്ചതും ശ്രീ മഹാദേവൻ അദ്ദേഹത്തിന് ദർശനം നൽകിയതുമായ ശ്രീശൈലത്തെ പ്രാപിച്ചു.
അവിടെ നിന്നു യാത്ര പുറപ്പെട്ട് ബാല്യത്തിൽ സ്കന്ദദേവൻ ബാലലീലകൾ ആടിയപ്പോൾ പാതാളത്തിൽ താഴ്ന്നതും അതിനുശേഷം സുഷിരമാർഗത്തിൽ കൂടി പ്രത്യക്ഷപ്പെട്ടതുമായ തിരുവേങ്കടഗിരിയിൽ എത്തിച്ചേർന്നു. അപ്പം അവിടെയാണ് തിരുവേങ്കടഗിരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അതായത് പാർവതീദേവി തപസ്സനുഷ്ഠിച്ച തൃക്കോതരം എന്ന ആ പുണ്യസ്ഥലമാണ് തൃക്കേദാരം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ കാശി മുതലായ പുണ്യസ്ഥലങ്ങൾ ദർശിച്ച മുരുകദേവനും പരിവാരങ്ങളിൽ എല്ലാവരും തന്നെ പൂർവ്വത്തിൽ നന്ദികേശ്വരൻ പർവ്വതരൂപം പ്രാപിച്ചതും അതുപോലെ ശ്രീ മഹാദേവൻ അദ്ദേഹത്തിന് ദർശനം നൽകിയതുമായിട്ടുള്ള മഹാദേവൻ നന്ദികേശ്വരന് ദർശനം നൽകിയതുമായിട്ടുള്ള ആ ശ്രീശൈലത്തെ പ്രാപിക്കുകയാണ്. അവിടെ നിന്നും യാത്ര പുറപ്പെട്ടുകൊണ്ട് ബാല്യത്തിൽ സ്കന്ദദേവൻ ബാലലീലകൾ ആടിയ പാതാളത്തിൽ താഴ്ന്നതും അതിനുശേഷം സുഷിരമാർഗത്തിൽ കൂടി പ്രത്യക്ഷപ്പെട്ടതുമായ തിരുവേങ്കടഗിരിയിൽ എത്തിച്ചേർന്നു. അതായത് സ്കന്ദദേവൻ തൻ്റെ ബാല്യകാലത്ത് ബാലലീലകൾ ആടിയിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവെങ്കടേശം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള തിരുവെങ്കടഗിരിയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. മാമ്പഴം ലഭിക്കാതെ മാതാവായ ഉമാദേവിയുമായി പിണങ്ങി പാതാളത്തെ പ്രാപിച്ച് അവിടെ നിന്നും ഗുഹാമാർഗമായി താൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലവും മുരുകദേവൻ സന്ദർശിച്ചു. എന്നിട്ട് മുരുകദേവൻ എവിടെ സന്ദർശിക്കുകയാണ്? അപ്പം മാമ്പഴം ലഭിക്കാതെ പിണങ്ങി പോയിട്ട് ഗുഹമാർഗത്തിൽ കൂടെ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലവും മുരുകദേവൻ സന്ദർശിക്കുകയാണ്. പുഷ്കരണിയെ ദർശിച്ച ശ്രീ സ്കന്ദദേവനും പരിവാരവും ചിലന്തിക്കും പാമ്പിനും ശിവകേസരിക്കും നായനാർക്കും നൽകീരദേവനും കന്യകമാർക്കും മുക്തി സിദ്ധിച്ച ദക്ഷിണ പുണ്യകാശിയായ കാളഹസ്തിമലയെ ദർശിച്ചു. അവിടെ നിന്ന് ശ്രീ പരമേശ്വരൻ താണ്ഡവ നൃത്തം ചെയ്ത് ലോകരക്ഷ ചെയ്തരുളിയ തിരുവാലങ്കാടെന്ന പുണ്യസ്ഥലം ചെന്ന് കണ്ടു. ചൂതവൃക്ഷ ചുവട്ടിൽ ശ്രീ മഹാദേവൻ ധ്യാനനിരതനായി ഇരുന്നരളിയ തൃക്കാഞ്ചീപുരം ശ്രീ കാമാക്ഷി ദേവി ഈശ്വരനെ പൂജിച്ച തിരുവേഗമ്പം, ബ്രഹ്മാദി ദേവന്മാരാൽ പൂജിക്കപ്പെട്ട മറ്റു ദേവാലയങ്ങൾ എന്നിവയും സ്കന്ദദേവൻ സന്ദർശിച്ചു. വിഷ്ണുവും ബ്രഹ്മനും ആദ്യന്തങ്ങൾ കണ്ടറിയുവാൻ സാധിക്കാതെ ശ്രീ പരമേശ്വരൻ ലിംഗമൂർത്തിയായി നിന്നരുളിയ തിരുവണ്ണാമലയും അദ്ദേഹം സന്ദർശിച്ചു. പുണ്യസ്ഥലമായ കാവേരിയെയും ദർശിച്ച കുമാരൻ ഉത്തരതീരത്തുള്ള മണിയാറ്റിൻകരയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ പുണ്യസ്ഥലങ്ങളും അവിടെ കുമാരദേവൻ സന്ദർശിക്കുകയാണ്. അങ്ങനെ അവിടെ എല്ലാം സന്ദർശിച്ചതിന് ശേഷം ഭഗവാൻ എവിടെ എത്തിച്ചേരുകയാണ്? ഉത്തരതീരത്തുള്ള മണിയാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ഇനി അടുത്ത ഭാഗം ശിവപൂജ എന്നുള്ള ഭാഗമാണ്. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന മണിയാറ്റിൻ തീരം കുമാരനെ ഹഠാത് ആകർഷിച്ചു. അപ്പം ഈ മണിയാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്, മണിയാറ്റിൻ തീരം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്രയും പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലം കാണുമ്പോൾ അത് മുരുക ഭഗവാനെ വളരെയധികം ആകർഷിക്കുകയാണ്. തങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് മണിയാറ്റിൻകരയിൽ എഴുന്നരുളിയതിന് തൃച്ചിത്തമുണ്ടായതിൽ സന്തുഷ്ടരായ ദേവന്മാർ ശ്രീ മുരുകദേവനും പരിവാരവും യാത്രാലസ്യങ്ങളെ പറ്റി വിശ്രമിക്കുന്നതിന് ദേവശില്പിയെ കൊണ്ട് ചേതോഹരമായ ആലയവും ചുറ്റമ്പലങ്ങളും പണിയിച്ചു. ദേവന്മാർ ആ നഗരത്തിന് കുമാരപുരി എന്ന് നാമകരണം ചെയ്തു. താരകാസുരനും ക്രൗഞ്ചാസുരനും ശ്രീ സ്കന്ദദേവനാൽ നിഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ദേവേന്ദ്രൻ സന്തോഷിച്ചു. അപ്പോൾ ശീർക്കാഴിയിലുള്ള ഒരു വനദേവത ഇന്ദ്രസന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം ഉണർത്തിച്ചു: ദേവാദിദേവ, അവിടുന്ന് ഇന്ദ്രാണിയുമൊത്ത് ശീർക്കാഴിയിൽ തപസ്സനുഷ്ഠിച്ചപ്പോൾ ഇന്ദ്രാണിയുടെ രത്നാഭരണങ്ങളും ഉടയാടകളും സൂക്ഷിക്കുന്നതിന് അടിയനെ ഏൽപ്പിച്ചിരുന്നല്ലോ. ദേവിയുടെ തിരുവാഭരണങ്ങളും തിരുവുടയാടകളും സ്വീകരിച്ചരുളിയാലും. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഇന്ദ്രദേവനും അതുപോലെ ഇന്ദ്രദേവന്റെ പത്നിയും താമസിച്ചിരുന്ന സമയത്ത് ഇന്ദ്രദേവൻ കുറച്ച് ദേവിയുടെ പട്ടുടയാടകളും ആഭരണങ്ങളും ഒക്കെ അവിടെ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തിരുവുടയാടകളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം ആര് തിരിച്ചു കൊടുക്കുകയാണ്? ഈ പർവ്വതത്തിലുള്ള ആ ഒരു തപസി അദ്ദേഹത്തിന് തിരിച്ചു ഏൽപ്പിക്കുകയാണ്. ഇപ്രകാരം ദേവേന്ദ്രനെ ഉണർത്തിച്ച ആരാണ് അത് തിരിച്ചേൽപ്പിക്കുന്ന? വനദേവതയാണ് ഇന്ദ്രഭഗവാൻ അത് തിരിച്ചേൽപ്പിക്കുന്നത്.
ഇപ്രകാരം ദേവേന്ദ്രനെ ഉണർത്തിച്ച വനദേവത ആഭരണങ്ങളും ആടകളും നിക്ഷിപ്തമായ പേടകത്തെ ദേവേന്ദ്രനെ ഏൽപ്പിച്ചു. ഇന്ദ്രാണിയുടെ ആടയാഭരണങ്ങൾ ദർശിച്ച ദേവേന്ദ്രൻ വിരഹതാപത്താൽ ഹൃദയവേദനപ്പെട്ടു. വിരഹതാപത്തോടും ഹൃദയവേദനയോടും പരിതപിച്ച ദേവേന്ദ്രൻ രാത്രികാലം മുഴുവനും മണിയാറ്റിൻകരയിലെ കുന്നിന് മുകളിൽ ദുഃഖാകുലനായിരുന്ന് പലതും ചിന്തിച്ചു. കീഴ്വാനം ചുവന്നു, മാർത്താണ്ഡബിംബം വിളങ്ങി. പകൽ ആരംഭിച്ചു. മുരുകദേവ സന്നിധിയിൽ ചേവടികളെ സ്തുതിച്ച് ഭക്തി പുരസ്സരം കഴിയേണ്ട താൻ വിരഹദുഃഖത്താൽ പരിതപിച്ചതിനെ കുറിച്ചോർത്ത് ദേവേന്ദ്രൻ കുണ്ഠിതപ്പെട്ടു. അപ്പോ എന്താണ് ഈ സമയത്ത് ദേവേന്ദ്രന്റെ ആ ഇന്ദ്രാണിയുടെ ആഭരണങ്ങളെല്ലാം ദേവേന്ദ്രനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ദേവേന്ദ്രനും ഇന്ദ്രാണിയും തമ്മിൽ വേർപെട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ദേവിയുടെ ഈ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് ഇന്ദ്രദേവന് വളരെയധികം വിഷമമാവുകയാണ്. ഇന്ദ്രാണി ദേവിയെക്കുറിച്ച് ആ സമയത്ത് ഇന്ദ്രഭഗവാൻ ഓർക്കുകയാണ്. കാമമാകുന്ന വികാരം സൽചിന്തകളെയും സന്മനോഭാവത്തെയും നശിപ്പിക്കും. സത്പ്രവർത്തികളിൽ നിന്ന് മനസ്സിനെ വ്യതിചലിപ്പിച്ച് ആത്മാവിനെ നരകമെന്ന പടുകുഴിയിൽ തള്ളുന്നതിന് കാമമെന്ന വികാരം ഹേതുവായും ഭവിക്കും. കാമദോഷങ്ങളെക്കുറിച്ച് ബോധവാനായ ദേവേന്ദ്രൻ മണൽക്കുന്നിൽ നിന്ന് പുറപ്പെട്ട് ദേവാലയത്തിൽ പ്രവേശിച്ച് ശ്രീ കുമാരദേവ പാതാരവിന്ദങ്ങൾ പ്രണമിച്ചു സ്തുതിച്ചു. അപ്പോൾ ശ്രീ സ്കന്ദദേവൻ ദേവേന്ദ്രനെ നോക്കി സാന്ത്വനമരുളും വിധം പുഞ്ചിരി തൂകി. അപ്പോൾ ദേവേന്ദ്രനെ നോക്കി സാന്ത്വനമരുളും വിധം പുഞ്ചിരി തൂക്കുകയാണ് സ്കന്ദദേവൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പുഞ്ചിരി തൂക്കുന്നത്? ഇന്ദ്രഭഗവാന്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള പത്നിയോടുള്ള ആ സ്നേഹം കണ്ടിട്ടാണ് പുഞ്ചിരി തൂകുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു സമയത്ത് ഇതുപോലെ ആ ഒരു മനസ്സിൽ ആ ഒരു ചിന്ത, ആ ഒരു പ്രേമചിന്ത അല്ലെങ്കിൽ ഒരു കാമചിന്തയൊക്കെ ഉണരുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുമാറിപ്പോവും. അപ്പം ആ മനസ്സ് ചഞ്ചലപ്പെടും. അപ്പം ആ ചഞ്ചലപ്പെടുന്ന മനസ്സ് കണ്ടിട്ട് ഇങ്ങനെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഇത് കണ്ടിട്ട് ആണ് സ്കന്ദദേവൻ എന്ത് ചെയ്യുന്നത്? പുഞ്ചിരി തൂകുന്നത്. ദേവേന്ദ്രന്റെ അങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടിട്ട് സ്കന്ദ ഭഗവാൻ പുഞ്ചിരി തൂകുകയാണ്. സ്കന്ദദേവൻ താൻ ശ്രീ പരമേശ്വര പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു. പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരുന്നതിന് ദേവേന്ദ്രനെ നിയോഗിച്ചു. ദേവേന്ദ്രന്റെ ഹൃദയാന്തർഭാഗത്തു ഉദിച്ച കാമവികാര പാപം അകലുന്നതിന് ഈ വിശിഷ്ട ദൗത്യം സഹായിച്ചു. ശ്രീ മഹാദേവ പൂജയ്ക്ക് ആവശ്യമായ ദിവ്യതീർത്ഥം, സുഗന്ധപുഷ്പങ്ങൾ, ചന്ദനം, ഭസ്മം, കുങ്കുമം, ത്രിമധുരം, ധൂപം, ദീപം മുതലായവകളെ സങ്കല്പമാത്രയിൽ തന്നെ ദേവേന്ദ്രന് ഒരുക്കിക്കൊടുത്തു. സ്കന്ദദേവൻ ദേവശില്പിയെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹത്തെ കൊണ്ട് മഹാദേവനുള്ള ശിവക്ഷേത്രം ഒന്ന് പണി കഴിപ്പിച്ചു. ശാസ്ത്രവിധി പ്രകാരം ആ ശിവാലയത്തിനുള്ളിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ഭക്ത്യാദര പുരസരം വന്ദിച്ചു സ്തുതിച്ചു. അപ്പം ശ്രീ മഹാദേവ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ദിവ്യതീർത്ഥം, സുഗന്ധപുഷ്പങ്ങൾ, ചന്ദനം, ഭസ്മം, കുങ്കുമം, ത്രിമധുരം, ധൂപം, ദീപം മുതലായവകളെ എല്ലാം തന്നെ ആര് ഒരുക്കി കൊടുക്കുകയാണ്? സങ്കല്പം മാത്രമല്ല, ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ ദേവേന്ദ്രൻ അവിടെ ഒരുക്കി കൊടുക്കുകയാണ്. പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ സാമഗ്രികളെല്ലാം ദേവേന്ദ്രൻ അവിടെ സ്കന്ദദേവനെ ഒരുക്കി കൊടുക്കുകയാണ്. സ്കന്ദദേവൻ ദേവശില്പിയെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹത്തെ കൊണ്ട് മഹാദേവനുള്ള ശിവക്ഷേത്രം ഒന്ന് പണി കഴിപ്പിച്ചു. അപ്പോൾ ഈ സമയത്ത് സ്കന്ദദേവൻ എന്ത് ചെയ്യുകയാണ്? ദേവശില്പിയെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിക്കുകയാണ്. അതിനുശേഷം ആ ദേവശില്പി അവിടെ പ്രത്യക്ഷമാവുകയും അങ്ങനെ ദേവശില്പിയെ കൊണ്ട് ഒരു ശിവക്ഷേത്രം, ആ ശിവഭഗവാന്റെ ആ ഒരു ശിവക്ഷേത്രം അവിടെ പണി കഴിപ്പിച്ചു കൊടുക്കുകയാണ്. ശാസ്ത്രവിധി പ്രകാരം ആ ശിവാലയത്തിനുള്ളിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ഭക്ത്യാദര പുരസരം വന്ദിച്ചു. അപ്പം ശാസ്ത്രവിധി പ്രകാരം ആ ശിവാലയത്തിനുള്ളിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കുകയാണ്. എന്നിട്ട് ഭക്ത്യാദര പുരസരം വന്ദിച്ച് സ്തുതിക്കുകയാണ്. കുമാരദേവ പൂജയാൽ സംപ്രീതനായ ശ്രീ പരമേശ്വരൻ പാർവതീ സമേതനായി ശ്രീ കുമാരദേവന് ദർശനമരുളി. ശ്രീ മുരുകനും 109 വീരന്മാരും ദേവന്മാരും മനസ്സുരുക്കി മഹാദേവനെ പ്രാർത്ഥിച്ചു. അത് കേൾക്കെ ശ്രീ പരമേശ്വരൻ ഇപ്രകാരം അരുളി ചെയ്തു: കുമാര, നിന്റെ വഴിപാടുകൾ നമ്മെ പ്രീതനാക്കിയിരിക്കുന്നു. ത്രിലോകങ്ങളെയും ഒരു നിമിഷം കൊണ്ട് സർവസംഹാരം ചെയ്യുവാൻ ശക്തിയുള്ള രുദ്രപാശാസ്ത്രം നാം നിനക്ക് സമ്മാനിക്കുന്നു. ഈ ദിവ്യായുധം നമ്മുടെ സർവശക്തിയുമുള്ള ആത്മായുധമാണ്.
അപ്പോൾ കുമാരദേവ പൂജ കാണുന്ന സമയത്ത് ഇന്ദ്രദേവൻ വളരെയധികം സംപ്രീതനാവുകയാണ്. അങ്ങനെ ആ സമയത്ത് തന്നെ ശ്രീ പരമേശ്വരനും അവിടെ പ്രത്യക്ഷമാവുകയാണ്. ശ്രീ പരമേശ്വരനും പാർവതീദേവിയും ദർശനമരുളുകയാണ്, കുമാരദേവന് ദർശനമരുളുകയാണ്. എന്നിട്ട് ശ്രീമുരുകനും 109 വീരന്മാരും ദേവന്മാരും മനസ്സുരുകി ആ മഹാദേവനെ പ്രാർത്ഥിക്കുകയാണ്. അത് കേൾക്കെ ശ്രീ പരമേശ്വരൻ ഇങ്ങനെ പറയുകയാണ്, കുമാര, നിന്റെ വഴിപാടുകളിലും നിന്റെ പൂജകളിലും എല്ലാം നാം വളരെയധികം സംപ്രീതനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് നാം ഒരു രുദ്ര പാശുപതാസ്ത്രം നാം നിനക്ക് സമ്മാനിക്കുന്നതാണെന്ന് പറയുന്നു. അതായത് ആ അസ്ത്രത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് സർവ്വസംഹാരവും ചെയ്യാൻ സാധിക്കുന്ന ഒരു അസ്ത്രമാണ് ആ രുദ്ര പാശുപതാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ രുദ്ര പാശുപതാസ്ത്രം പരമശിവൻ ആർക്ക് സമ്മാനിക്കുകയാണ്? മുരുക ഭഗവാന് സമ്മാനിക്കുകയാണ്. ഈ ആയുധം താങ്ങുവാനുള്ള ശക്തി നിനക്ക് മാത്രമാണുള്ളത്. അപ്പം എന്ന് ശിവഭഗവാൻ പറയുകയാണ്. ആ ദിവ്യാസ്ത്രം ശൂരപത്മാസുരന്റെ അനേക കോടി അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് ഉപകരിക്കും. എന്നിട്ട് പറയാണ്, ഈ അസ്ത്രം എന്താണ്? ഈ ദിവ്യാസ്ത്രം ശൂരപത്മാസുരന്റെ അനേകായിരമായിട്ടുള്ള ആ രാക്ഷസന്മാരെ അല്ലെങ്കിൽ ആ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഉപകരിക്കും എന്നും പറയുകയാണ്. ഇപ്രകാരം അരുളി ചെയ്ത് ശ്രീ പരമേശ്വരൻ അന്തർധാനം ചെയ്തു. അങ്ങനെ ഇപ്രകാരം അരുളി ചെയ്തുകൊണ്ട് ശ്രീ പരമേശ്വരൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്യുകയാണ്. തിരുച്ചെന്തൂരിൽ അടുത്ത ഭാഗമാണ് തിരുച്ചെന്തൂരിൽ എന്നുള്ള ഭാഗം, അത് വായിക്കാം കേട്ടോ. കുമാരദേവൻ തന്റെ പരിവാരങ്ങളുമൊത്ത് അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. കാവേരി നദിയെ തരണം ചെയ്ത് തിരുവിടമരുതൂർ, മായൂരം, തിരുപ്പരിയിലൂർ തുടങ്ങിയ ശിവാലയങ്ങളെ ദർശിച്ചു യാത്ര ചെയ്ത ശ്രീ സ്കന്ദദേവനും പരിവാരങ്ങളും ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ പ്രവേശിച്ചു. ഭഗവാന്റെ തൃപ്പാദ സ്പർശനമേറ്റ മാത്രയിൽ ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലാരണ്യം സുഗന്ധം പരത്തുന്ന മലർവാടിയായി ഭവിച്ചു. പൂത്തുലഞ്ഞു പരിമളം പരത്തുന്ന മലർവാടിയിൽ കൂടി സഞ്ചരിച്ച സ്കന്ദദേവനെയും പരിവാരങ്ങളെയും തിരുപ്പരം കുന്നിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന പരാശര മഹർഷിയുടെ പുത്രന്മാരായ ദത്തർ, അനന്തർ, നന്ദി, ചതുർമുഖൻ, ചക്രപാണി, മാലി എന്നിവർ ജ്ഞാനദൃഷ്ടിയിൽ ദർശിച്ചു. അപ്പൊ അതിനുശേഷം കുമാരദേവൻ എന്ത് ചെയ്യുകയാണ്? തന്റെ പരിവാരങ്ങളും ഒത്ത് അവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ്. കാവേരി നദിയുടെ ആ തീരത്തുകൂടി ആ കാവേരി നദി തരണം ചെയ്തുകൊണ്ടാണ് അവിടെ എവിടെയൊക്കെയായിരുന്നു? തിരുവിടമരുതൂർ, മായൂരം, തിരുപ്പരിയൂർ മുതലായ ശിവക്ഷേത്രങ്ങളെയൊക്കെ ശിവാലയങ്ങളെയൊക്കെ ദർശിച്ചതിന് ശേഷം യാത്ര തുടരുകയാണ്. അങ്ങനെ യാത്ര തുടർന്നു പോകുമ്പോൾ ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത മണലാരണ്യത്തിൽ കൂടിയൊക്കെയാണ് ഇവരിങ്ങനെ യാത്ര പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഭഗവാന്റെ തൃപ്പാദ സ്പർശനമേറ്റ മാത്രയിൽ ആ ചുട്ടുപഴുത്ത് കിടന്നിരുന്ന മണലാരങ്ങളെല്ലാം തന്നെ മണലാരണ്യം മൊത്തം എന്ത് ചെയ്യുകയാണ്? സുഗന്ധം പരത്തുകയാണ്. സുഗന്ധം പരത്തുകയും പിന്നെ മലർവാടിയായിട്ട്, അതൊരു പുഷ്പവാടിയായിട്ട്, അതൊരു പൂന്തോട്ടമായിട്ട് അവിടെ മാറുകയാണ്, മലർവാടിയായിട്ട് ഭവിക്കുകയാണ്. പൂത്തുലഞ്ഞ് പരിമളം പരത്തുന്ന മലർവാടിയിൽ കൂടി സഞ്ചരിച്ച് സ്കന്ദദേവനും പരിവാരങ്ങളും തിരുപ്പരം കുന്നിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന പരാശര മഹർഷിയുടെ പുത്രന്മാരായ ദത്തർ, അനന്തർ, നന്ദി, ചതുർമുഖൻ, ചക്രപാണി, മാലി എന്നിവർ ജ്ഞാനദൃഷ്ടിയിൽ ദർശിച്ചു. അപ്പം ഈ മുനിയുടെ പുത്രന്മാരെല്ലാം ഇത് ഇങ്ങനെ അവരവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ്? തൃപ്പരം കുന്ന്, തിരുപ്പരം കുന്നില്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ തൃപ്പരം കുന്നെന്ന് നമ്മൾ പറയുന്ന സ്ഥലം, മനസ്സിലായോ? അപ്പൊ ആ തിരുപ്പരം കുന്നിലിരുന്ന് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്? അവിടേക്ക് ഇതുപോലെ ഈ പറയുന്ന സ്കന്ദഭഗവാനും അതുപോലെ സ്കന്ദഭഗവാന്റെ പരിവാരങ്ങളും എല്ലാം വരുന്നത് തങ്ങളുടെ ജ്ഞാനദൃഷ്ടിയിൽ ആ കുമാരന്മാര് ദർശിക്കുകയാണ്. ആറുമുഖദേവനെ ശരവണ പൊയ്കയിൽ നിന്ന് ആശ്ലേഷിച്ച് ശ്രീ പാർവതീദേവി എടുത്തപ്പോൾ പൊയ്കയിലെ നിർമ്മല ജലത്തിൽ പതിച്ച സർവേശ്വരിയുടെ ജ്ഞാനപ്പാൽ ഭുജിച്ച 6 മുനികുമാരന്മാരാണ് പരാശര പുത്രന്മാർ. അപ്പോൾ ഒരു കഥയുണ്ട്. കാരണം ഈ പരാശര മുനിയും അതുപോലെ സ്കന്ദ ഭഗവാനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? അതായത് ആറുമുഖനായിട്ട് ഭഗവാൻ ആ ശരവണ പൊയ്കയിൽ ജനിച്ച സമയത്ത് പാർവതീദേവിയുടെ പാല് വീഴുമ്പോൾ ആ പാല് കുടിച്ച് അത്രയും ജ്ഞാനം ഉണ്ടായിട്ടുള്ള ആ കുഞ്ഞുങ്ങളാണ്, അവരാണ് ആ പരാശര പുത്രന്മാരാണ് ഈ 6 മുനികുമാരന്മാര്.
അങ്ങനെ ശ്രീ പരമേശ്വര കൽപ്പന പ്രകാരം മുരുകദേവ ദർശനത്തിനായി അവർ തിരുപ്പരൻകുന്നിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ഭഗവത് ദർശനത്തോടെ അവരുടെ ദീർഘനാളത്തെ തപസ് ഫലം കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ പരമേശ്വര ദർശനത്തിന് വേണ്ടിയിട്ട് അവര് തിരുപ്പരൻകുന്നില് എന്ത് ചെയ്യുകയായിരുന്നു? ധ്യാനിക്കുകയായിരുന്നു, തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. അങ്ങനെ അവര് മുരുകഭഗവാനെ കാണുന്നതോടുകൂടി, സ്കന്ദ ഭഗവാനെയും പരിവാരങ്ങളെയും കാണുന്നതോടുകൂടി അവരുടെ തപസ് സമ്പൂർണമാകുകയാണ്. അങ്ങനെ അവരുടെ തപസ്സിന് ഫലം കാണുകയാണ്. മഹർഷിമാരെ അനുഗ്രഹിച്ച ശേഷം തിരുച്ചെങ്കോട്ടയിലെത്തിയ സ്കന്ദദേവനും പരിവാരങ്ങളും സർവേശ്വരനെ ദർശിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് അവർ കടലോര പ്രദേശത്ത് എത്തിച്ചേർന്നു. ആ കടലോര പ്രദേശമാണ് തൃച്ചെന്തൂര്. അങ്ങനെ അവിടെ നിന്നും പുറപ്പെട്ടിട്ട് അവർ എവിടെ എത്തിച്ചേരുകയാണ്? കടലോര പ്രദേശത്തിൽ എത്തിച്ചേരുകയാണ്. ആ കടലോര പ്രദേശമാണ് തൃച്ചെന്തൂര് എന്ന് പറയുന്നത്. അപ്പൊ തൃപ്പരംകുന്ന് കടന്നു പോയപ്പോൾ തൃച്ചെന്തൂര്, അതാണ് തിരുച്ചെന്തൂര്. ആ മുരുകക്ഷേത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. തൃച്ചെന്തൂര് എന്ന് പറയുന്ന ക്ഷേത്രം വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പൊ ആ സ്ഥലമാണ്, ആ കടലോര പ്രദേശത്തിൽ എത്തിച്ചേരുന്ന ആ കടലോര പ്രദേശത്തിന്റെ നാമകരണം, കടലോര പ്രദേശത്തിന്റെ പേരാണ് തൃച്ചെന്തൂര്. ദേവശില്പിയാൽ സൃഷ്ടിക്കപ്പെട്ട ചേതോഹരമായ തിരുക്കോവിലിൽ തന്റെ ഗണങ്ങളെ ഇരുത്തിയ ശേഷം കുമാരദേവൻ ശ്രീകോവിലിൽ പ്രവേശിച്ച് രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അപ്പോൾ ദേവദുന്ദുഭികൾ മുഴങ്ങി, ഗന്ധർവ ഉയർന്നു. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. അഗ്നി ഭഗവാനും വരണദേവനും ശ്രീ സ്കന്ദദേവ ഭഗവാന് വെൺകൊറ്റ കുടകൾ പിടിച്ചു. വായുദേവന്മാരും ഉപദേവന്മാരും വെഞ്ചാമരം വീശി ദേവനെ സേവിച്ചു. ഉടവാളേന്തിയ വീരബാഹു ദേവൻ ഈശ്വര കൽപ്പനയ്ക്കായി സന്നിധിയിൽ കാത്തുനിന്നു. 108 ശിവവീരന്മാർ ഗോപുരനടയിൽ സ്കന്ദദേവനെ തൊഴുതു നിന്നു. തന്റെ പാർശ്വത്തിലുണ്ടായിരുന്ന ഇന്ദ്രനോട് ശൂരപത്മാതി അസുരന്മാരുടെ ഉത്ഭവവും വളർച്ചയും ദേവകൾക്ക് അവർ ചെയ്തിരുന്ന ദ്രോഹങ്ങളും വിശദമായി ധരിപ്പിക്കാൻ സ്കന്ദദേവൻ നിർദ്ദേശിച്ചു. ദേവേന്ദ്രൻ ആ ദൗത്യം ദേവഗുരുവായ വ്യാഴ ഭഗവാനെ ഏൽപ്പിച്ചു. അപ്പോ അങ്ങനെ അവിടേക്ക് ഇവരെത്തുന്ന സമയത്ത്, സ്കന്ദ ഭഗവാനും അതുപോലെ പരിവാരങ്ങൾ എത്തുന്ന സമയത്ത് ദേവദുന്ദുഭികളൊക്കെ മുഴക്കുകയാണ്, ഗന്ധർവ ഗീതം ഉയരുകയാണ്, ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്യുകയാണ്. അഗ്നി ഭഗവാനും വരുണദേവനും ശ്രീ സ്കന്ദദേവ ഭഗവാന് വെൺകൊറ്റ കുടകൾ പിടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ വായുദേവന്മാരും ഉപദേവന്മാരും വെഞ്ചാമരം വീശി ഭഗവാനെ സേവിക്കുകയാണ്. അതുപോലെ ഉടവാളേന്തിയ വീരബാഹുദേവൻ ഈശ്വര കൽപ്പനയ്ക്കായി സന്നിധിയിൽ കാത്തുനിന്നു. 108 ശിവവീരന്മാർ ഗോപുരനടയിൽ സ്കന്ദദേവനെ തൊഴുതു നിൽക്കുകയാണ്. അപ്പൊ ലക്ഷക്കണക്കിന് വീരന്മാരാണ് ആരെ കാത്തു നിൽക്കുന്നത്? ആ സമയത്ത് മുരുക ഭഗവാനെയും പരിവാരങ്ങളെയും ആ ഗോപുരനടയിൽ കാത്തു നിൽക്കുന്നത്. തന്റെ പാർശ്വത്തിലുണ്ടായിരുന്ന ഇന്ദ്രനോട് ശൂരപത്മാതി അസുരന്മാരുടെ ഉത്ഭവവും വളർച്ചയും ദേവകൾക്ക് അവർ ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങളും വിശദമായി ധരിപ്പിക്കാൻ സ്കന്ദദേവൻ നിർദ്ദേശിച്ചു. അപ്പോ ആ സമയത്ത് ദേവകളോട് ഈ ദേവകൾ എന്ത് ചെയ്യുകയാണ്? ദേവകൾക്ക് ചെയ്തിരുന്ന ദ്രോഹങ്ങളും എല്ലാം തന്നെ പറയാൻ വേണ്ടിയിട്ട്, ഇന്ദ്രഭഗവാനോട് പറയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് സ്കന്ദദേവൻ ഉപദേശിക്കുകയാണ്. ദേവേന്ദ്രന്റെ ആ ദൗത്യം ദേവഗുരുവായ വ്യാഴ ഭഗവാനെ ഏൽപ്പിച്ചു. അങ്ങനെ ആ ദേവേന്ദ്രന്റെ ആ ദൗത്യം എന്ത് ചെയ്യുകയാണ്? ദേവഗുരുവായിട്ടുള്ള വ്യാഴ ഭഗവാനെ ഏൽപ്പിക്കുകയാണ്. ഹരഹരോ ഹരഹര, ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. ഓം ശക്തി പരാശക്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരഹരോ ഹരഹര. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ, രാധേ കൃഷ്ണ, ഹരഹരോ ഹരഹര. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് മനസ്സിലാക്കുക, നമുക്ക് ഏത് രീതിയിൽ നമ്മൾ ഭക്തി ചെയ്യുന്നു എന്നുള്ളതിലുള്ള നമ്മുടെ മനസ്സ് പരിശുദ്ധമാക്കി വെക്കാം എന്നുള്ളതിലാണ് കാര്യം. ഓരോ എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളുണ്ട്. നമ്മുടെ ജാതകവശം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പല രീതിയിൽ ഭക്തി ചെയ്യാം. നമ്മൾ എല്ലാത്തിനെയും അംഗീകരിക്കാൻ പഠിക്കുക, എല്ലാവരെയും അംഗീകരിക്കാൻ പഠിക്കുക. എല്ലാത്തിനും അംഗീകരിക്കുമ്പോഴാണ് നമുക്ക്, അവിടെയാണ് നമ്മുടെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാം. നമ്മൾ ഏത് ഒരു ഇതിൽ പോയി കഴിഞ്ഞാലും, ഏത് രീതിയിൽ നമ്മൾ ഭക്തി ചെയ്തു കഴിഞ്ഞാലും ആ ഭഗവാനോട് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. മനസ്സിലായോ? ആ ശ്രീ പരമേശ്വരനെ അല്ലെങ്കിൽ ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭക്തി ചെയ്യുക എന്നുള്ളതാണ്.
അങ്ങനെ നമ്മൾ ഭക്തി ചെയ്യുമ്പോഴാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാവുന്നത്. നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിൽ ആരും അത്ര ഉയർന്നവരല്ല, നമുക്ക് ശിശുക്കളാണ് അല്ലേ. നമുക്ക് ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? ചിലർക്ക് ദാസ്യഭക്തിയാണ് ഇഷ്ടം, ചിലർക്ക് ഭക്തിയാണ് ഇഷ്ടം, ചിലർക്ക് അല്ലാതെ സേവക അങ്ങനെ ഒരു ഭക്തിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഇഷ്ടം. ഇപ്പം ചിലർ അവിടെ ചെല്ലുമ്പോൾ കുക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സേവയായിരിക്കും കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതിലാണ് അവർക്ക് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സേവയെല്ലാം അടുത്ത് കഴിയുമ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ, ഞങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യാം. ചിലർക്ക് ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഭഗവാന്റെ കൂടെ നിൽക്കാൻ, അതാണ് സഖ്യഭക്തി എന്ന് പറയുന്നത്. ചിലർക്ക് ഭഗവാനോട് പ്രേമമാണ്, പ്രേമഭക്തി എന്ന് പറയുന്നതാണ്. ചിലർക്ക് ഭഗവാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനായിരിക്കും ഇഷ്ടം, അത് വേറൊരു രീതിയിലുള്ള ഭക്തിയാണ്. ചിലർക്ക് ഭഗവാന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി നടത്താനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഭഗവാന്റെ പത്നി പദം അലങ്കരിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ കാമുകി പദം അലങ്കരിക്കാനായിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ തിരിച്ച് ഭഗവാന്റെ കൂടെ നിൽക്കാൻ, അങ്ങനെ പല പല രീതിയിലുള്ള ഭക്തിയാണ്. അതിപ്പം ശിവഭഗവാനിലുള്ള ഭക്തിയായാലും ശരി, ശ്രീകൃഷ്ണ ഭഗവാനുള്ള ഭക്തിയായാലും നാരായണനിലുള്ള ഭക്തിയായാലും ശരി, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ മനസ്സിലുള്ള ഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പം ഓരോരുത്തർക്ക് ഓരോ ഇതിലാണ്. ചിലർക്ക് സഹോദര ആ ഒരു ഭക്തിയായിരിക്കും, ചിലർക്ക് സഖ്യഭക്തിയായിരിക്കും, ചിലർക്ക് ഒരു കൂട്ടുകാരനെ പോലെ കാണും, ഒരു അച്ഛനെ പോലെ കാണുന്ന ഭക്തിയുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഭക്തി ആയിരിക്കും ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇതെല്ലാം ഭഗവാൻ അംഗീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അത് ഭഗവതി ആയാലും അങ്ങനെ തന്നെ, അതെല്ലാം അംഗീകരിക്കും എന്നുള്ളതാണ്. മനസ്സിലായി? അതെല്ലാം അംഗീകരിക്കുന്ന ഇതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ്. ചിലർക്ക് കുഞ്ഞു കുട്ടിയായിട്ടായിരിക്കും ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്, ചിലർ അങ്ങനെ മകനായിട്ടായിരിക്കും ചിലർ കാണുന്നത്. മനസ്സിലായോ? ചിലർ ദേവിയായാലും മകളായിട്ടായിരിക്കും കാണുന്നത്, ഭഗവാനായാലും മകനായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ ഉള്ള വാത്സല്യ ഭക്തിയുണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഭക്തിയുണ്ട്, ഭഗവാനോട് പലതരത്തിലുള്ള ഭക്തി ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഭക്തി നമുക്ക് ഭഗവാനോട് ഇതാവാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും അത്രയ്ക്കും ഭക്തിയിൽ ഉയർന്നു വന്നിട്ടില്ല, അത്രയ്ക്കും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഉയർന്ന ലെവലിൽ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ശിവഭഗവാനെ മുറുകെ പിടിക്കുക. കാരണം നമ്മുടെ ഗുരുവാണ്. നമുക്ക് വേറെയും ഗുരുക്കന്മാരുണ്ട്, എന്നാൽ കൂടിയും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് കഴിയുന്നുണ്ട്. ഞാനിത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവീത് ക്ഷമിക്കുക. അതായത് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്നതും ഭൂമിയിലാണ്. അപ്പം നമുക്ക് ഭൂമിയിലെ ഭൗതികമായിട്ടുള്ള കാര്യമുണ്ട്, അതിനോടൊപ്പം നമുക്ക് ആത്മീയതയായിട്ടുള്ള കാര്യമുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കിപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് ഒരുപാട് ചിലപ്പോൾ വയസ്സായി പ്രായം ചെന്നൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ ഒരു ഇതിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ നമുക്ക് എന്ത് ഒരു സാഹചര്യങ്ങളായാലും ശരി തന്നെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവേണ്ട ഒരു സാഹചര്യമാണ്. അപ്പം അത് ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ക്ഷേത്രദർശനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ നാമജപങ്ങൾ ചെയ്യാന്നുള്ളതാണ്. രാധേ കൃഷ്ണനാമായാലും ഹരേ കൃഷ്ണനാമായാലും ഓം നമ ശിവായാലും ഓം നമോ നാരായണയാലും നിങ്ങൾ വിശ്വസിക്കുന്നതിലുള്ളതായാലും ഏത് നാമങ്ങളായാലും നമ്മൾ പറയാം. ഇപ്പം ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും ഹരേ കൃഷ്ണനാമം തന്നെ പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്, കലികാലത്തിൽ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഏതൊക്കെ നാമം പറയണം, അത് ഓരോരുത്തരുടെ ഇതാണ്. അതിൽ അത് ഇടപെട്ട് പറയാൻ ഞാൻ ആരുമല്ല. മനസ്സിലായോ? അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ ഭക്തി ചെയ്യണം, ഏത് ഗുരുക്കന്മാരുടെ കീഴിൽ പോകണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എവിടെയൊക്കെ പോകണം, അവിടെ പോകണോ ഇവിടെ പോകണോ, അതോ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ സാഹചര്യം എന്താണ്, ഇതൊക്കെ നമ്മുടെ സാഹചര്യവും കാര്യങ്ങളും എല്ലാം ഭഗവാന് നന്നായിട്ട് അറിയാം, അതുപോലെ നമുക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ തന്നെയാണ് അത്
തീരുമാനിക്കേണ്ടത് എന്താണ് നമുക്ക് നല്ലത്, ഏത് വഴി കൂടെ നമ്മൾ സഞ്ചരിക്കണം, എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഭഗവാനോട് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാർഗനിർദ്ദേശം കൂടി ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പം ശ്രീ പരമേശ്വരനോടായാലും ശരി, ശ്രീകൃഷ്ണ ഭഗവാനോടായാലും ശരി, ഏത് ഭക്തിയിലുള്ളതാണെങ്കിലും അത് ഭഗവാനോട് ചോദിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മുടെ ഗുരു എന്താണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക, എന്നിട്ട് നമ്മൾ ഭക്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആ ഭക്തി ചെയ്യുക എന്നുള്ളതാണ്. ചിലർക്ക് യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ലെവലിൽ ആ ഒരു ലെവലിൽ ഭക്തി ചെയ്ത് പോകാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് നാമസങ്കീർത്തനം മാത്രം പറഞ്ഞുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ പോകാനായിരിക്കും ഇഷ്ടം. അപ്പം പലർക്കും പല രീതിയിൽ ഭക്തി ചെയ്ത് പോകാനായിരിക്കും ഇഷ്ടം. അപ്പം അത് നമ്മൾ ഫോളോ ചെയ്യുക. നമുക്ക് ഏതാണ് നമുക്കുള്ള ബെറ്ററായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏത് വഴിയാണ് ബെറ്റർ, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അത് ഭഗവാനെ അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, എന്ത് കാര്യം ചെയ്യുമ്പോൾ അത് ശ്രീകൃഷ്ണാർപ്പണമസ്തു അല്ലെങ്കിൽ മഹാദേവാർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഭക്തി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ജഗദംബാർപ്പണമസ്തു, ഇപ്പം ദേവി ഭക്തരാണെങ്കിൽ ജഗദംബാർപ്പണമസ്തു. അപ്പം നമുക്ക് ഏതാണ് അത് ആ രീതിയിൽ നമ്മളത് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു ഇതിൽ തന്നെ ഉള്ളവർ നിൽക്കുന്നത് ഇതിലായിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങൾ അങ്ങനെ വരുമ്പോൾ അപ്പം അതായത് ചിലർ പൂർണ്ണമായിട്ടും ഭൗതികത ടോട്ടലി മാറ്റിയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അവർക്ക് അതിനുള്ള അത്രയും ആ തല ഉയരാനുള്ള അത്രയും എന്താ പറയാ, അവരത്രയും ഭക്തിയിൽ വളർന്നവരാണ്. മനസ്സിലായി? നമുക്ക് അവരെ പോലെ അത്രയും ഒരു ലെവലിലേക്ക് ഉയരാനുള്ള ഒരു ഇത് അതിന് നമുക്ക് ടൈം എടുക്കും. പറഞ്ഞു മനസ്സിലായി? അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് ഉയരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ ഈ പറയുന്ന പോലെയുള്ള നാമങ്ങൾ ജപിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഹരേ കൃഷ്ണ നാമങ്ങളും അതുപോലുള്ള രാധേകൃഷ്ണ നാമമായാലും നമശിവായ നാരായണ നാമങ്ങളായാലും ഒക്കെ ജപിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ആ ഭക്തിയിലേക്ക് വരിക എന്നുള്ളതാണ്. എത്ര പേരെ അങ്ങനെ നമുക്ക് ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അത്രയും പേരെ നമ്മൾ ആ ഭക്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അവിടെ ആ ഒരു ആത്മസാക്ഷാത്കാരം ഉണ്ടാവുന്നത്. കാരണം ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് വളരെയധികം പ്രശ്നങ്ങളാണ്, നമുക്ക് ജീവിച്ചു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ആത്മസാക്ഷാത്കാരം ഭഗവാന്റെ ഒരു അഭയത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാനിൽ അങ്ങനെ ഒരു ഭക്തി നമ്മൾ ചെയ്യുക, ഭഗവാനോട് എപ്പോഴും നമ്മൾ ഭഗവാനോട് ആ ഒരു ഇത് ചോദിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഹരഹരോ ഹരഹര, ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര, ഹരേ കൃഷ്ണ, ഹരഹരോ ഹരഹര.